നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കിഴക്കൻ ഗാസയിലെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ ദുരിതാശ്വാസ കേന്ദ്രമായ സ്കൂളിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വഫയെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഹമാസ് നടത്തുന്ന ഗാസ സർക്കാർ മീഡിയ ഓഫീസ് അനുസരിച്ച് ആളുകൾ പ്രാർത്ഥന നടത്തുന്നതിനിടെയാണ് ആക്രമണം നടന്നത്. ഫജർ, അതായത് ഈ പ്രഭാത പ്രാർത്ഥനകൾ നടത്തുന്നതിനിടെയാണ് കുടിയിറക്കപ്പെട്ട ആളുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം. ഇത് മരണസംഖ്യയിൽ അതിവേഗം വർധനവിന് കാരണമായി. ഓഫീസ് പ്രസ്താവനയിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ഗാസയിലുടനീളമുള്ള 4 സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ഓഗസ്റ്റ് 4-ന് ഗാസ സിറ്റിയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്കായി പ്രവർത്തിക്കുന്ന 2 സ്കൂളുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 30 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിലെ ഹമാമ സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 17 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഓഗസ്റ്റ് 1-ന് ദലാൽ അൽ മുഖ്രബി സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 15 പേർ മരിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ പലസ്തീൻ സംഘടനയ്ക്കെതിരെ പൂർണ്ണതോതിലുള്ള സൈനികാക്രമണം ആരംഭിച്ചതിനു ശേഷം ഹമാസ് കമാൻഡ് കൺട്രോൾ സെന്ററുകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന പരിസരത്ത് ഭീകരർ ഉണ്ടെന്ന് ഉറപ്പിച്ച് ഇസ്രായേൽ ഗാസയിലുടനീളമുള്ള സ്കൂളുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് 1200 പേരെ കൊല്ലുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആരംഭിച്ച 10 മാസം നീണ്ടുനിന്ന യുദ്ധത്തിൽ 40,000 പലസ്തീനുകളാണ് ഗാസയിൽ മരിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ തകർന്ന തീരദേശ പലസ്തീൻ എൻക്ലേവിൽ വെടിനിർത്തൽ നിരവധി റൗണ്ട് ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും ഇതുവരെ ഒരു പുരോഗതിയും കൈവരിച്ചിട്ടില്ല. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ടെലവീവിലേക്കും തിരിച്ചുമുള്ള സർവീസുകളടക്കം എയർ ഇന്ത്യ അനിശ്ചിതകാലത്തേക്ക് നിർത്തിവച്ചിരിക്കുകയാണ്. നേരത്തെ ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് റീഫണ്ട് നൽകും. ഞങ്ങൾ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ്. ടെലവീവിലേക്കും തിരിച്ചുമുള്ള യാത്രയ്ക്കായി സ്ഥിരീകരിച്ച ബുക്കിംഗുകൾക്കൊപ്പം ഞങ്ങളുടെ യാത്രക്കാർക്ക് മുഴുവൻ റീഫണ്ടും വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങളുടെ അതിഥികളുടെയും ജോലിക്കാരുടെയും സുരക്ഷ ഞങ്ങളുടെ മുൻഗണനയായി തുടരുന്നു എന്നാണ് എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളത്. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും മുതിർന്ന നേതാക്കളെ അടുത്തിടെ കൊലപ്പെടുത്തിയതിനു ശേഷം മേഖലയിൽ യുദ്ധഭീതി വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. ടെലവീവിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ നിർത്തിവെക്കുന്നത് ഇതാദ്യമായല്ല. ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് 2023 ഒക്ടോബർ 7-ന് എയർലൈൻ മുൻപ് ഡൽഹി ടെൽ അവീവ് വിമാനങ്ങൾ നിർത്തിവച്ചിരുന്നു. പ്രാദേശിക സംഘർഷങ്ങൾ കാരണം ഏകദേശം 5 മാസത്തെ താൽക്കാലികമായി നിർത്തിവച്ചതിനു ശേഷം മാർച്ച് 3-ന് സർവീസുകൾ ഹ്രസ്വമായി പുനരാരംഭിച്ചു. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി യുണൈറ്റഡ് എയർലൈൻസും ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ നിർത്തിവച്ചു.